ബോൾട്ടിന്റെ ക്രൗൺ ആർ പ്രോ ആണ് ഞാൻ ഈ കയ്യിൽ കെട്ടിയിരിക്കുന്നത്. 2990 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് ഈ ഒരു വാച്ച് ഫ്ലിപ്കാർട്ടിൽ വന്നത്. 1.43 ഇഞ്ച് അമോലെഡ് ഡിസ്പ്ലേ, ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജിക്കാണ് ഇതിൽ എടുത്തു പറയേണ്ട സവിശേഷതകളിൽ രണ്ടെണ്ണം. 2 ദിവസം മുന്നേ ഞാൻ വേറൊരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു, ബോട്ടിന്റെ ലൂണാർ കണക്ടേഴ്സ്. അവിടെയും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 1.43 ഇഞ്ച് അമോലെഡ് ഡിസ്പ്ലേ ആണ്, കൂടാതെ ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ ഉണ്ട്, റൗണ്ട് ഡയലും ആണ്. പക്ഷേ അതിന്റെ സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്ന് പറയുന്നത് 2499 ആയിരുന്നു. ഒരു 500 രൂപ കൂടി നമുക്ക് സേവ് ചെയ്യാം നമ്മൾ ബോട്ട് ലൂണാർ കണക്ടേഴ്സ് വാങ്ങിച്ചാൽ. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഫസ്റ്റ് സെയിലിനെത്തിയ നോയ്സിന്റെ ഫ്യൂസ് പ്ലസ് നോക്കുവാണെങ്കിൽ അവിടെയും 1.43 ഇഞ്ച് അമോലെഡ് ഡിസ്പ്ലേ ആണ്, ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്, റൗണ്ട് ഡയലൊക്കെയാണ്. പക്ഷേ സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്നത് വെറും 2199 രൂപ. വെറും എന്ന് ഉദ്ദേശിക്കുന്നത് 3000 രൂപയുടെ ബോൾട്ട് ക്രൗൺ ആർ പ്രോയും അതുപോലെ തന്നെ ബോട്ടിന്റെ ലൂണാർ കണക്ടേഴ്സും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് വീണ്ടും അങ്ങോട്ട് കാശ് കുറഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റൗണ്ട് ഡയൽ സ്മാർട്ട് വാച്ച്, അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കണം, ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നോയ്സിന്റെ ഫ്യൂസ് പ്ലസ് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ സവിശേഷതകളാണ്. ഉറപ്പായിട്ടും ഒരു സ്പെക് വൈസ് ഉള്ള ഓവ്യൂ ആണ് ചെയ്യുന്നത് കേട്ടോ, അല്ലാണ്ട് അൺബോക്സിംഗ് അല്ല. പിന്നെ ഈ ഒരു വാച്ചിന്റെ അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ തന്നെ കമന്റ് ആയിട്ട് ഇടുവാണെങ്കിൽ ഞാനും ഇതങ്ങോട്ട് 2199 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് അൺബോക്സ് ചെയ്യുന്നതാണ്. കൂടാതെ ഇന്ന് വൈകിട്ട് നമ്മുടെ ബോൾട്ടിന്റെ സ്ട്രൈക്കർ 6 അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ ഉണ്ട് കേട്ടോ. ഒരു ബജറ്റ് വാച്ച് ആണ്, 2 ദിവസം ആയിട്ടേ ഉള്ളൂ ഫ്ലിപ്കാർട്ടിൽ ഫസ്റ്റ് സെയിലിന് എത്തിയിട്ട്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക്, ബ്രൗൺ, ബ്ലൂ, ഗ്രേ, വൈൻ എന്നിങ്ങനെ 5 കളേഴ്സിലാണ് ഇത് ലഭ്യമാകാൻ പോവുക. ഏതിനാണെങ്കിലും 2199 രൂപയാണ്. പിന്നെ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിനനുസരിച്ചിട്ട്, അതായത് ബ്ലാക്ക് മേടിക്കുന്ന അതിന്റെ കൂടെ ഒരു മിലാനീസ് മെറ്റൽ ബെൽറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ബ്രൗൺ മേടിക്കുവാണെങ്കിൽ ലെതർ ഉണ്ടാവും. അങ്ങനെ ഒരു ഇതുമില്ല, ഏത് നമ്മൾ വാങ്ങിച്ചാലും അതിന്റെ കൂടെ കിട്ടുന്നത് ആ ഒരു സിലിക്കൺ സ്ട്രാപ്പ് തന്നെയാണ്. പിന്നെ 22mm സ്ട്രാപ്പ് സൈസ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിലുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയലുള്ള സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്തായാലും മറ്റുള്ള എല്ലാ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് ഉറപ്പായിട്ടും നമ്മുടെ DeepZstore, ഇൻസ്റ്റലുള്ള DeepZstore എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങിക്കാം. പ്രത്യേകിച്ച് റൗണ്ട് ആയാലും അതുകൊണ്ട് തന്നെ മിലാനീസ് മെറ്റൽ ബെൽറ്റ്, കൂടാതെ ഈ ഒരു നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ഇടുവാണെങ്കിൽ നല്ല ലുക്ക് ആയിരിക്കും എന്നുള്ളൊരു വേറൊരു സംശയമില്ല കേട്ടോ. കൂടാതെ റൗണ്ട് ഡയൽ സ്മാർട്ട് വാച്ച് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. വാച്ച് ഫ്രെയിം ആണ് ഇവിടെ എടുത്ത് പറയേണ്ടത്. പോളി കാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. ബോട്ടിൽ എനിക്ക് അറിയത്തില്ല, പക്ഷേ ക്രൗൺ ആർ പ്രോയിലേക്ക് വരുവാണെങ്കിൽ അവിടെ ഇതിനകത്ത് ഒരു എന്താ പറയുക അലോയ് മെറ്റീരിയൽ ആണ്, അതാണ് ഇതിലെടുത്ത്. ഈ ഒരു വാച്ചും നമ്മുടെ ബോൾട്ട് ക്രൗൺ ആർ പ്രോയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഉറപ്പായിട്ടും ക്രൗൺ ആർ പ്രോ തന്നെയാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. എന്നാൽ പോളി കാർബണേറ്റ് മെറ്റീരിയലും വലിയ പ്രശ്നമൊന്നുമില്ല. 2200 രൂപയ്ക്കാണ് കിട്ടുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. കൂടാതെ ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ 1.43 ഇഞ്ചിന്റെ അമോലെഡ് ഡിസ്പ്ലേ ആണ്. 466x466 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ വന്നത്. കൂടാതെ 550 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് ഇവിടെ ഉണ്ട്. 550 നിറ്റ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വിസിബിൾ ആകും സണ്ണി ഡേയ്സിൽ പോലും. എന്നാൽ 100% നമ്മൾ ബ്രൈറ്റ്നസ് ഇടുമ്പോഴത്തേക്ക് ബാറ്ററി പെട്ടെന്ന് അങ്ങോട്ട് ഡ്രെയിൻ ആയി പോകാനും ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ അമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഓൾവൈസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. കൂടാതെ ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു, ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജിയാണ്, ട്രൂ സിങ്ക് ടെക്നോളജിയാണ് കേട്ടോ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ട്രൂ സിങ്ക് ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ 1 സ്റ്റെപ്പ് പെയറിംഗ് ആണ്, അതേപോലെ തന്നെ സ്റ്റേബിൾ കോൾ കണക്ഷൻ അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ലോ പവർ കൺസപ്ഷനും ഈ ഒരു ട്രൂ സിങ്ക് ടെക്നോളജി കൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. കൂടാതെ 100+ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു 100 ആയാലും 1000 ആയാലും നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോയാണ് നമ്മൾ ഈ ഒരു വാച്ചിലിടുന്നെങ്കിൽ പിന്നെ വേറെ ഒരു ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസ് നോക്കാനേ പോകുന്നില്ല. സോ അത് നമുക്ക് കൂടുതൽ അങ്ങോട്ട് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കൂടാതെ 60+ സ്പോർട്സ് മോഡ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. സാധാരണ നമ്മൾ നോർമലി ചെയ്യുന്ന എല്ലാം തന്നെ ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യത്തിലും വലിയ പ്രശ്നമില്ല. കാരണം ബോട്ടിലും ഒക്കെ തന്നെ 100 മുകളിൽ സ്പോർട്സ് മോഡ്സ് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും 40 കുറവാണ്. എന്നാലും നോ പ്രോബ്ലം, നമ്മൾ എന്തായാലും നോർമലി ചെയ്യുന്നതൊക്കെ തന്നെ ഇതിനകത്ത് ഉണ്ടാവും. ഇനി ബാറ്ററി സൈഡിലേക്ക് ഉണ്ടെങ്കിൽ 300 mAh ബാറ്ററി കപ്പാസിറ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് വരുന്നത്. അപ് ടു 7 days ആണ് കമ്പനി അവകാശപ്പെടുന്ന നോർമൽ ബാറ്ററി യൂസേജ്. കൂടാതെ അപ് ടു 3 days ഹെവി ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ടെങ്കിലും ആ ഒരു ബാറ്ററി ബാക്കപ്പ് കിട്ടും. 2 hours 100% ഇത് ചാർജ് ആകാനുണ്ട്. നോയ്സ് ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുന്നത് 5V1, അതായത് 5 wattsന്റെ ലോ പവർ അഡാപ്റ്റർ ആണ്. നിങ്ങളുടെ കയ്യിൽ 5 wattsന്റെ ലോ പവർ അഡാപ്റ്റർ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് വാങ്ങിക്കുന്നതാണ് നല്ലത്. ഇനി ആണെങ്കിലും 10 watts വരെ യൂസ് ചെയ്യാൻ കേട്ടോ. പക്ഷേ ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്യുന്നത് നല്ലതല്ല. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഇനി അതല്ല പവർ ബാങ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ചാർജ് ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും പെട്ടെന്ന് അടിച്ചു പോകേണ്ട ചാൻസ് കൂടുതലാണ്. അത് അവരുടെ വെബ്സൈറ്റ് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1 വർഷം വാറന്റി ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ അടിച്ചു പോയിട്ട് കൊണ്ടുപോകണമെങ്കിൽ വാറന്റി ക്ലെയിം ചെയ്ത് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. കൂടാതെ IP60
68ന്റെ വാട്ടർ റെസിസ്റ്റന്റ് ഇതിൽ അവൈലബിൾ ആണ്. സോ എന്താ പറയുക, നമ്മൾ അത്യാവശ്യം നല്ല ഹെവി റെയിലാണെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് കെട്ടിക്കൊണ്ടുപോയാലും അങ്ങനെ വലിയ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ കടലിന്റെ അടിയിൽ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിന്റെ അടിയിലൊക്കെ ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ അടിച്ചു പോകാൻ അവിടെയും ചാൻസ് കൂടുതലാണ്. പിന്നെ മറ്റുള്ള എല്ലാ സ്മാർട്ട് വാച്ചുകളിലും ഉള്ളതുപോലെ തന്നെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സും, അതായത് SpO2, HR മോണിറ്ററിംഗ്, സ്ലീപ്പ്, എന്താ പറയുക, സ്ട്രെസ് എല്ലാം തന്നെ ഇവിടെയുണ്ട്. കൂടാതെ സ്മാർട്ട് നോട്ടിഫിക്കേഷൻ, അതായത് നമ്മുടെ മൊബൈലിലുള്ള സോഷ്യൽ മീഡിയ ആപ്പിലുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ ഈ ഒരു വാച്ചിലും കാണിക്കും. ഇതൊക്കെ തന്നെ പിന്നെ പൊതുവെ എല്ലാ വാച്ചിലും ഉള്ളതാണ്, അതിന്റെ കൂടുതൽ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തായാലും ഈ നോയ്സ് ഫ്യൂസ് പ്ലസിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് അവർ ഇതുവരെ കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ഇതിനകത്ത് ആകെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബോട്ടിന്റെ ആ ഒരു എന്താ പറയുക, എന്തിനാണ് ആ ഒരു വാച്ച് ഫ്രെയിമിൽ കൊണ്ടുവന്നിരിക്കുന്ന മെറ്റീരിയൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും ബോട്ടിന് ലൂണാർ കണക്ടേഴ്സ് വാങ്ങിച്ച ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതായത് പോളി കാർബണേറ്റ് മെറ്റീരിയൽ ആണോ അല്ലെങ്കിൽ സിങ്ക് അലോയി ആണോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ബോട്ടിന്റെ ആ ഒരു വാച്ചും നമ്മുടെ ഫ്യൂസ് പ്ലസും ആണ് കുറച്ച് നമുക്ക് അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് വാച്ചുകളെ. ഈ രണ്ട് വാച്ചിലും പോളി കാർബണേറ്റ് മെറ്റീരിയൽ ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയണത് നിങ്ങൾ ബോട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഫ്യൂസ് പ്ലസിലേക്ക് പോകുന്നുണ്ട്. കാരണം 300 രൂപ കൂടി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാം തന്നെ സ്പെക് വൈസ് ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആണ്. സോ വീണ്ടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ ഒരു ഫ്യൂസ് പ്ലസിലേക്ക് പോകുക. പിന്നെ ക്രൗൺ ആർ പ്രോ വാങ്ങിക്കണോ അതല്ല ഫ്യൂസ് പ്ലസ് വാങ്ങിക്കണോ എന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും ബിൽഡ് ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു നമ്മുടെ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയിനും ഒക്കെ വെച്ചിട്ട് ഉറപ്പായിട്ടും ഈ ഒരു ക്രൗൺ ആർ പ്രോ വാങ്ങിക്കുന്നതാണ് നല്ലത് നമ്മുടെ നോയ്സ് ഫ്യൂസ് പ്ലസിനേക്കാളും. കാരണം ബിൽഡ് ക്വാളിറ്റി ചെയിൻ നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന അത്യാവശ്യം നല്ല കാശാവും. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് കാശ് കൂടുതലാവും ഈ ഒരു ഫ്യൂസ് വാങ്ങിച്ചാൽ പോലും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഉറപ്പായിട്ടും ഈ ഒരു ക്രൗൺ ആർ പ്രോയിലേക്ക് പോകുക. അതർവൈസ് നിങ്ങളുടെ കയ്യിൽ 2200 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ 2500 രൂപയ്ക്കുള്ളിലുള്ളൊരു വാച്ചാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു നോയ്സിന്റെ ഫ്യൂസ് പ്ലസിലേക്ക് പോകാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പം മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.